ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വാതക നിയമവും മോൾ സങ്കല്പവുമാണ്. വാതക നിയമം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തന്നു. ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം, ഗേ ലൂസാക്ക് നിയമം. ഓക്കെ, ഇതിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് നമ്മുടെ ചാനലിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് വാതക നിയമം 1, 2, 3 എന്നൊക്കെ വ്യക്തമായിട്ട് കിടപ്പുണ്ട്. അത് ഫുൾ കാണുക. അതുകൂടെ നോട്ട് എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. മോൾ സങ്കല്പത്തിൽ 2 ക്ലാസ് നമ്മൾ ചെയ്തു. 2 ക്ലാസ്. 1 എന്താണ് തന്മാത്ര, 2 എന്താണ് ആപേക്ഷിക അറ്റോമിക് മാസ്. ആ 2 ക്ലാസ് കണ്ടിട്ട് മാത്രം ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക. കാരണം അതിൻ്റെ ബാലൻസ് ആണ് ഈ ക്ലാസ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പം നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം എന്ത് ചെയ്യുക? ഷെയർ ചെയ്യാൻ മറക്കരുതും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പം ഞാൻ ചോദിക്കാം, എന്താണ് ആപേക്ഷിക അറ്റോമിക് മാസ്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച എന്താ? ഒരാറ്റത്തിൻ്റെ മാസുമായിട്ട് താരതമ്യം ചെയ്ത് മറ്റൊരാറ്റത്തിൻ്റെ മാസ് പ്രസ്താവിക്കുന്ന രീതിയാണെന്ത്? ആപേക്ഷിക അറ്റോമിക് മാസ്. അറ്റോമിക മാസിൻ്റെ യൂണിറ്റ് ചോദിച്ചാൽ AMU, അറ്റോമിക മാസ് യൂണിറ്റ്. എന്നാൽ നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്നത് യൂണിഫൈഡ് മാസ് അല്ലെങ്കിൽ ഡാൾട്ടൺ ആണ്. എങ്ങനെ അറ്റോമിക് മാസ് കണക്കാക്കുന്നത്? നമുക്കറിയാം, ഇപ്പോൾ നിലവിൽ 118 മൂലകമുണ്ട്. ഈ 118 മൂലകത്തിനും ഐസോട്ടോപ്പ് ഉണ്ട്. ഈ ഐസോട്ടോപ്പിന്റെ അറ്റോമിക മാസിന്റെ ശരാശരി എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അറ്റോമിക മാസ് കിട്ടും. അങ്ങനെ ശരാശരി എടുക്കുമ്പോൾ എന്താണ്? ദശാംശ സംഖ്യ വരും, പോയിന്റ് ഇട്ട സംഖ്യ വരും. അപ്പോൾ കണക്കൂട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്, കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പൂർണ്ണസംഖ്യയായിട്ട് എടുക്കുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യമോ? ഒന്ന് ഓർത്തു വെച്ചോ. ക്ലിയർ? അപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞതാണ്, എന്താണ് ഒരു മോൾ എന്ന് വെച്ചാൽ? ഒരു മോൾ എന്ന് വെച്ചാൽ 6.022 × 10⁻23 ആയിരിക്കും. ഞാൻ നിങ്ങളോടെല്ലാം കൂടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഞാൻ ചോദിക്കാം, ഒരു പെയർ, ഒരു ജോഡി എന്ന് വെച്ചാൽ എത്ര? 2. 2 ജോഡി എത്ര? 4. 3 ജോഡി എത്ര? 6. എൻ്റെ ക്വസ്റ്റ്യൻ, എനിക്ക് ഒരു ജോഡി ആപ്പിള് വേണം. നിങ്ങൾ എത്ര ആപ്പിൾ തരും? 2 ആപ്പിള് അല്ലേ? എനിക്ക് 2 ജോഡി ആപ്പിള് വേണം. നിങ്ങൾ എത്ര ആപ്പിള് തരും? 4 ആപ്പിള്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഒരു ഡസൻ എത്ര? 12 എണ്ണമാണ്. ഒരു ഡസൻ 12 എണ്ണമാണ്. എനിക്ക് ഒരു ഡസൻ ആപ്പിള് വേണം. നിങ്ങൾ എത്ര ആപ്പിൾ തരും? 12 ആപ്പിള്. എനിക്ക് 10 ഡസൻ ആപ്പിള് വേണം. നിങ്ങൾ എത്ര ആപ്പിൾ തരും? പറ. 120 ആപ്പിള്. അപ്പോൾ ഒരു പെയറെന്ന് വെച്ചാൽ 2, ഒരു ഡസൻ എന്ന് വെച്ചാൽ 12. അതുകൂട്ട് തന്നെ ഒരു മോളെന്ന് വെച്ചാൽ 6.022 × 10⁻23 ആയിരിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എനിക്കൊരു മോൾ ആപ്പിൾ വേണം. നിങ്ങൾ എത്ര ആപ്പിൾ തരും? 6.022 × 10⁻23 ആപ്പിളുകൾ. അത്ര ആപ്പിളുകൾ എനിക്ക് തരണം. എനിക്ക് ഒരു മോൾ ഓറഞ്ച് വേണം. നിങ്ങൾ എത്ര ഓറഞ്ച് തരും? 6.022 × 10⁻23 ഓറഞ്ചുകൾ. ഓക്കെ, എനിക്ക് ഒരു മോൾ ഗോതമ്പ് വേണം. നിങ്ങൾ എത്ര ഗോതമ്പ് തരും? 6.022 × 10⁻23 ഗോതമ്പ് മണികൾ. എനിക്കൊരു മോള് തേങ്ങ വേണം. തേങ്ങ. എനിക്ക് എത്ര തേങ്ങ തരും? 6.022 × 10⁻23 തേങ്ങകൾ. എനിക്കൊരു മോൾ കാർബൺ വേണം. എനിക്ക് എത്ര കാർബൺ തരും? 6.022 × 10⁻23 കാർബൺ ആറ്റങ്ങൾ. ഒരു മോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്ര ആറ്റങ്ങൾ കാണും? 6.022 × 10⁻23 ആറ്റങ്ങൾ കാണും. എനിക്കൊരു മോൾ ഓക്സിജൻ വേണം. അതിനകത്ത് എത്ര ഓക്സിജൻ ആറ്റങ്ങൾ കാണും? 6.022 × 10⁻23 ഓക്സിജൻ ആറ്റങ്ങൾ. ക്ലിയർ ആണല്ലോ? എനിക്കൊരു മോൾ ജലം വേണം. ജലം തന്മാത്രയാ. അതിൻ്റെ അകത്ത് എത്ര ജല തന്മാത്ര കാണും? 6.022 × 10⁻23 ജല തന്മാത്രകൾ. എനിക്കൊരു മോൾ കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്ര വേണം. അതിൻ്റെ അകത്ത് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്ര ഉണ്ട്? 6.022 × 10⁻23 കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകൾ. സെറ്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ശ്രദ്ധിക്കാം.
ഞാൻ പറഞ്ഞതാണ്, ഒരു പെയർ എന്ന് വെച്ചാൽ രണ്ടെണ്ണമാണ്. ഒരു ഡസൻ എന്ന് വെച്ചാൽ 12 എന്നാൽ ഒരു മോൾ എന്ന് വെച്ചാൽ 6.022 ഇൻറ്റു 10⁻23 ആണ് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇനി കാർബൺ. ഇനി നമ്മൾ കാർബണിൻ്റെ അറ്റോമിക മാസ് എത്ര? നമുക്കറിയാം കാർബണിൻ്റെ അറ്റോമിക മാസ് 12. യൂണിറ്റ് എന്താ? ഒരിക്കലും 12 ഗ്രാം എന്ന് എഴുതരുതും. 12 ഗ്രാം എന്ന് എഴുതരുതും. ഒരു കാർബൺ ആറ്റത്തിന്റെ മാസ് 12 U ആണ്, യൂണിഫൈഡ് മാസാ. ഒരിക്കലും മക്കൾ ഒരു കാർബൺ 12 ഗ്രാം ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ചേ മക്കളെ, ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ നമുക്ക് സ്വർണ്ണമില്ലേ, സ്വർണം 1 പവൻ എത്ര ഗ്രാമ? 8 ഗ്രാമ. ആ 8 ഗ്രാം നമുക്ക് കണ്ണുകൊണ്ട് കാണാം, എന്നാൽ ഒരു ആറ്റം കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. കാരണം 1 സെന്റിമീറ്റർ സ്വർണം എന്ന് പറയുന്നത് 3.5 കോടി സ്വർണ്ണമാറ്റങ്ങൾ ചേരുന്നതാണ്. അപ്പോൾ ആറ്റങ്ങൾ വളരെ ചെറുതാണ്. ഒരിക്കലും ഗ്രാം എന്ന് പറയരുതും. ഒരിക്കലും ഗ്രാം. അപ്പോൾ 12 ഗ്രാം നമുക്കറിയാം. 1 പവൻ എന്ന് പറയുന്നത് 8 ഗ്രാമ. ആ 1 പവൻ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് മാല ഉണ്ടാക്കാം, അല്ലേ, ചെറിയൊരു മോതിരം ഉണ്ടാക്കാം. മനസ്സിലായോ? അപ്പോൾ 1 പവൻ 8 ഗ്രാം. അപ്പോൾ ഒരു കാർബൺ ആറ്റം 12 ഗ്രാം ഉണ്ടോ? ഇല്ല. മനസ്സിലായി? ഒരു കാർബൺ ആറ്റത്തിന്റെ മാസ് 12 U ആണ്. പിന്നെ എങ്ങനെ 12 ഗ്രാം എന്ന് നിങ്ങൾ പറയും? ഗ്രാം അറ്റോമിക മാസ് 12 ഗ്രാം എന്നൊക്കെ പറയും. അതെങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു മോൾ എന്ന് വെച്ചാൽ എന്താ? ഒരു മോൾ കാർബൺ ആറ്റം എന്ന് വെച്ചാൽ എന്താ? അതിനകത്ത് 6.022 ഇൻറ്റു 10⁻23 കാർബൺ ആറ്റം എന്ന് വെച്ചാൽ 12 U അറ്റോമിക മാസുള്ള ഇത്രയും കാർബൺ ആറ്റം ചേരുമ്പോഴാണ് ഒരു മോള് കിട്ടുക. ക്ലിയർ? എന്താണ്? 12 U അറ്റോമിക മാസ് ഉള്ള 6.022 ഇൻറ്റു 10⁻23 കാർബൺ ആറ്റങ്ങൾ ചേരുമ്പോഴാണ് ഒരു മോൾ കിട്ടുക. ഓക്കെ അല്ലേ? അങ്ങനെയാണ്. എങ്ങനെ ഗ്രാം പറയാം, ഞാൻ പറഞ്ഞുതരാം. ഒരു മോൾ എന്ന് വെച്ചാൽ എന്താ? 12 U ഉള്ള 6.022 ഇൻറ്റു 10⁻23 കാർബൺ ആറ്റങ്ങൾ ചേരുമ്പോഴാണ് ഒരു മോൾ കിട്ടുക. അങ്ങനെ 12 U ഉള്ള 6.022 ഇൻറ്റു 10⁻23 കാർബൺ ആറ്റം ഞാൻ ഒരു ത്രാസിൽ വെച്ച് തൂക്കിയാൽ എനിക്ക് കിട്ടുന്നതാണ് 12 ഗ്രാം. കാരണം ഈ 12 U ഉള്ള ഇത്രയും കാർബൺ ആറ്റം എടുത്ത് തൂക്കിയാൽ എനിക്ക് എന്ത് കിട്ടും? 12 ഗ്രാം. 6.022 ഇൻറ്റു 10⁻23 ആണ്, അറിയാമോ? ഇത്രയും എണ്ണമാ. ക്ലിയർ ആണോ? ഇനി നമുക്കറിയാം ഹൈഡ്രജന്റെ മാസ് 1 ഗ്രാം ആണ്, U ആണ്. പിന്നെ 1 ഗ്രാം എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഈ 1 U ഉള്ള 6.022 ഇൻറ്റു 10⁻23 എണ്ണം ഹൈഡ്രജൻ ആറ്റം എടുത്ത് തൂക്കിയാൽ എനിക്ക് എന്ത് കിട്ടും? 1 ഗ്രാം എന്താണ്? ഹൈഡ്രജൻ ആറ്റം കിട്ടും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഓക്സിജന്റെ അറ്റോമിക മാസ് എന്താണ്? 16 U ആണ്. 16 U ഒരെണ്ണത്തിന്റെ മാസ്. അത്തരം 6.022 ഇൻറ്റു 10⁻23 ഓക്സിജൻ ആറ്റം എടുത്ത് ഞാൻ തൂക്കിയാൽ എനിക്ക് എന്ത് കിട്ടും? 16 ഗ്രാം കിട്ടും. മക്കളെ, ഇത് 1 മോളല്ലേ? ഇതൊരു മോളല്ലേ? അപ്പോൾ 1 മോളെന്ന് പറയുന്നത് എന്താണ്? അപ്പം നമുക്ക് 16 ഗ്രാം എന്ന് പറയാം. 1 മോൾ സീക്വൽ ടു 16 U എന്ന് പറയുന്നത് തെറ്റാ. 1 മോൾ എന്ന് പറയുന്നത് 16 ഗ്രാം. കാരണം ഇത്രയുമാണ് 1 മോള്. ക്ലിയർ? അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ പറയാം. ഓക്കെ, അടുത്ത ഒരു കാര്യം കൂടെ പറയാം. സോഡിയത്തിന് അറ്റോമിക് മാസ് 23 U ആണ്. 23 U ഉള്ള 6.022 ഇൻറ്റു 10⁻23 സോഡിയം ആറ്റം എടുത്ത് ഞാൻ തൂക്കിയാൽ എനിക്ക് എന്ത് കിട്ടും? 23 ഗ്രാം കിട്ടും. ഇത്രയും എന്താ മക്കളെ? 1 മോളല്ലേ? അപ്പോൾ 1 മോൾ സീക്വൽ ടു 23 ഗ്രാം എന്ന് പറയാം. ഇതാണ് ഗ്രാം അറ്റോമിക മാസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നോക്കി 12 ഗ്രാമുള്ള കാർബൺ ആറ്റം ഇത്രയും എടുത്ത് തൂക്കുവാണ്. ഇതാണ് 1 മോൾ എന്ന് പറയുന്നത്. 1 മോളിൻ്റെ അകത്ത് 6.022 ഇൻറ്റു 10⁻23 ആറ്റങ്ങൾ കാണും. അത്ര എടുത്ത് തൂക്കിയാൽ എനിക്ക് എന്താണ്? 12 ഗ്രാം കിട്ടും. ഹൈഡ്രജന്റെ അറ്റോമിക മാസ് 1 U ആണ്. 1 U ഉള്ള ഇത്രയും ഹൈഡ്രജൻ ആറ്റം എടുത്ത് തൂക്കിയാൽ എനിക്ക് എന്ത് കിട്ടും? 1 ഗ്രാം കിട്ടും. മക്കളെ, ഇതിനെ പറയുന്ന പേരല്ലേ മോള്? ഇതല്ലേ 1 മോൾ കാർബൺ ആറ്റം എന്ന് പറയുന്നത്? ഇതല്ലയോ?
എന്ന് വെച്ചാൽ എത്ര ഗ്രാം ആണ്? 12 ഗ്രാം. കണ്ടോ, 16 യു ഉള്ള ഇത്രയും ഓക്സിജൻ ആറ്റം എടുത്ത് തൂക്കിയാൽ എനിക്ക് 16 ഗ്രാം കിട്ടും. 14 യു ഉള്ള ഇത്രയും നൈട്രജൻ ആറ്റം എടുത്ത് തൂക്കിയാൽ എനിക്ക് 14 ഗ്രാം കിട്ടും. ഇതാണെന്ത് മക്കളെ? മോൾ. ഒരു മോൾ നൈട്രജൻ ആറ്റത്തിൻ്റെ അകത്ത് 6.022 ഇൻറ്റു 10⁻23 നൈട്രജൻ ആറ്റങ്ങളുണ്ട്. 14 യു മാസ് ഉള്ള 6.022 ഇൻറ്റു 10⁻23 നൈട്രജൻ ആറ്റം ഉണ്ട്. അല്ല, സോഡിയത്തിന് എത്ര? 23. ഇത്രയും എടുത്ത് തൂക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 23 ഗ്രാം കിട്ടും. ഇത്രയും എന്താണ്? ഒരു മോൾ അല്ലേ? ഒരു മോൾ എന്ന് പറയും, ഒരു മോൾ സോഡിയം എന്ന് പറയുന്നത് 23 ഗ്രാം ആണ്. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചോണം. ഇനി മോളിലേക്ക് നമുക്ക് ഡയറക്റ്റ് മോൾ കണ്ടുപിടിക്കാൻ നമുക്ക് തുടങ്ങാം. മോൾ നമുക്ക് 3 രീതിയിൽ കണ്ടുപിടിക്കാം. മോള് നമുക്ക് എന്താണ്? 3 രീതിയിൽ കണ്ടുപിടിക്കാം. 3 അല്ല, 4 രീതിയിൽ കണ്ടുപിടിക്കാം. 4 രീതിയിൽ. ഓക്കെ, 4 രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്ന്, ആറ്റം തന്നാൽ മോളുകളുടെ എണ്ണം. 2 തന്മാത്ര തന്നാൽ മോളുകളുടെ എണ്ണം. 3 കണിക തന്നാൽ മോളുകളുടെ എണ്ണം. കണിക മീൻസ് പാർട്ടിക്കിൾസ്. കണിക തന്നാൽ മോളുകളുടെ എണ്ണം. 4 STPയിലെ മോളുകളുടെ എണ്ണം. അപ്പം 4 രീതിയിലുള്ള മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാം. 1 ആറ്റം തന്നാൽ മോളുകളുടെ എണ്ണം, 2 തന്മാത്ര തന്നാൽ മോളുകളുടെ എണ്ണം, 3 കണിക തന്നാൽ മോളുകളുടെ എണ്ണം, 4 STPയിലെ മോളുകളുടെ എണ്ണം. STP ഒക്കെ അങ്ങോട്ട് ഞാൻ പറയാം. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ്. അങ്ങോട്ട് ഞാൻ പറയാം. ഈ 4 രീതിയിൽ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പഠിച്ചോണം. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് മക്കളെ തന്മാത്രയും STPയുമാണ് മിക്കപ്പോഴും ചോദിക്കുന്നത്. പക്ഷെ ആറ്റം എന്ന കേസ് പഠിക്കാതെ നമുക്കൊരിക്കലും തന്മാത്രയിലെ മോളുകളുടെ എണ്ണമൊക്കെ പഠിച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പം ആദ്യം ആറ്റം പഠിക്കണം. ക്ലിയർ? അപ്പം മോളുകളുടെ എണ്ണം 4 രീതിയിൽ കണ്ടുപിടിക്കാം. ആറ്റം തന്നാൽ, തന്മാത്ര തന്നാൽ, കണിക തന്നാൽ, STP. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ഒരെണ്ണം പറയാം. ഈ ക്ലാസ്സിന് ആറ്റത്തിനെയാണ് പറയുന്നത്, അടുത്ത ക്ലാസ്സിൽ തന്മാത്ര, അങ്ങനെ ഓരോ ചെറിയ ചെറിയ ക്ലാസ്സായിട്ട് പറയാം. അത് വ്യക്തമായിട്ട് പഠിക്കാം. അപ്പം ആദ്യത്തെ കേസ്, ആറ്റം തന്നാൽ മോളുകളുടെ എണ്ണം. നോട്ട് എഴുതി പോണം. ആറ്റം തന്നാൽ മോളുകളുടെ എണ്ണം. എങ്ങനെയാ മക്കളെ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന? ആറ്റമാണെങ്കിൽ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് തന്നിരിക്കുന്ന മാസ്. എന്താണ് തന്നിരിക്കുന്ന മാസ്? ക്വസ്റ്റ്യനിൽ ഒരു മാസ് തരും, അതേ ബൈ അറ്റോമിക മാസ്. എന്താ തന്നിരിക്കുന്ന മാസ് ബൈ എന്താണ്? അറ്റോമിക മാസ്. ക്വസ്റ്റ്യനിൽ ഒരു മാസ് തരും, അതേ ബൈ അറ്റോമിക മാസ്. ആറ്റം തന്നാൽ മോളുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും? തന്നിരിക്കുന്ന മാസ് ബൈ അറ്റോമിക മാസ്. പഠിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും പറ, ആറ്റം തന്നാൽ മോളുകളുടെ എണ്ണം തന്നിരിക്കുന്ന മാസ് ബൈ അറ്റോമിക മാസ്. എൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് 2-3 ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് 32 ഗ്രാം ഓക്സിജൻ ആറ്റത്തിലെ മോളുകളുടെ എണ്ണം. എന്താ ക്വസ്റ്റ്യൻ? ഓക്കെ അല്ലേ? 32 ഗ്രാം ഓക്സിജൻ ആറ്റത്തിലെ മോളുകളുടെ എണ്ണം. ഇവിടെ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യനിൽ ഒരു മാസ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ കൊടുത്ത മാസ് 32 ആണ് ബൈ ഓക്സിജന്റെ അറ്റോമിക മാസ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അത് പഠിക്കണമെന്ന് കേട്ടോ. ഓക്സിജൻ അറ്റോമിക മാസ് 16 ആണ്. 32 ബൈ 16 നമുക്ക് കിട്ടും എന്താണ്? 2 മോളെന്ന് കിട്ടും. 2 മോളെന്ന് കിട്ടും. ക്ലിയർ? അപ്പം ആറ്റം തന്നാൽ മോളുകളുടെ എണ്ണം ചോദിച്ചാൽ തന്നിരിക്കുന്ന മാസ് ബൈ എന്താണ്? അറ്റോമിക മാസ്. ഓക്കെ അല്ലേ? അടുത്ത് ശ്രദ്ധിച്ചോണം. ഒരു ക്വസ്റ്റ്യൻ തരാം, ഇവിടെ ശ്രദ്ധിക്കാം. 100 ഗ്രാം ഹൈഡ്രജൻ ആറ്റത്തിലെ
മോളുകളുടെ എണ്ണം എന്താ? 100 ഗ്രാം ഹൈഡ്രജൻ ആറ്റത്തിലെ മോളുകളുടെ എണ്ണം. പറ മക്കളെ, എല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നിരിക്കുന്ന മാസ് 100 ബൈ ഹൈഡ്രജന്റെ അറ്റോമിക മാസ് 1 സീക്വൽ ടു 100 മോൾ എന്ന് കിട്ടും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ആറ്റം തന്നാൽ മോളുകളുടെ എണ്ണം ചോദിച്ചാൽ തന്നിരിക്കുന്ന മാസ് ബൈ അറ്റോമിക മാസ് ആണ്. ക്വസ്റ്റ്യനിൽ ഒരു മാസ് തരും, അതേ ഡിവൈഡഡ് ബൈ അറ്റോമിക മാസ്. അടുത്ത പറഞ്ഞ ഞാൻ പറയും, ഇങ്ങോട്ട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, 42 ഗ്രാം നൈട്രജൻ ആറ്റത്തിലെ മോളുകളുടെ എണ്ണം. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേ? 42 ഗ്രാം നൈട്രജൻ ആറ്റത്തിലെ മോളുകളുടെ എണ്ണം. പറഞ്ഞു, മോളുകളുടെ എണ്ണം തന്നിരിക്കുന്ന മാസ് ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് 42 ബൈ നൈട്രജന്റെ അറ്റോമിക മാസ് 14. 42 ബൈ 14 നമ്മുടെ ആൻസർ ഒരേ പൊളിക്ക് 3 മോൾ എന്ന് കിട്ടും. പഠിച്ചു. അപ്പം ആറ്റം തന്നാൽ മോളുകളുടെ എണ്ണം തന്നിരിക്കുന്ന മാസ് ബൈ അറ്റോമിക മാസ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ തരട്ടെ. നിങ്ങൾ പറ, 46 ഗ്രാം സോഡിയം ആറ്റത്തിലെ മോളുകളുടെ എണ്ണം. ഓക്കെ അല്ലേ? പഠിച്ചോണേ, എഴുതി തന്നെ പഠിച്ചോണേ. ഞാനതാ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന പഠിച്ച് സെറ്റ് ആക്കിക്കോണം. അപ്പം പറ, മോളുകളുടെ എണ്ണം പറ. തന്നിരിക്കുന്ന മാസ് 46 അല്ലേ? ബൈ 46 ബൈ സോഡിയം 23 2 മോൾ എന്ന് പറയും. ഒരു ക്വസ്റ്റ്യനും കൂടെ തരാം. ക്ലിയർ? ഒരൊറ്റ ക്വസ്റ്റ്യൻ. ഇനി മറക്കരുത്, ആറ്റം തന്നാൽ മോളുകളുടെ എണ്ണം തന്നിരിക്കുന്ന മാസ് ബൈ അറ്റോമിക മാസ്. ഇനി ഒരെണ്ണം കൂടെ തരാം. പഠിച്ചോ. നിങ്ങൾ ഞാൻ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നിങ്ങൾ അതിന് ആൻസർ മനസ്സിൽ പറയണം. ഇനി എഴുതുന്നത് കേട്ടോ. ഓക്കെ, 16 ഗ്രാം ഹീലിയം ആറ്റത്തിലെ മോളുകളുടെ എണ്ണം. എല്ലാവരും ചെയ്ത മക്കളെ, 16 ഗ്രാം ഹീലിയം ആറ്റത്തിലെ മോളുകളുടെ എണ്ണം. വേഗമാട്ടെ. നിങ്ങൾ ചെയ്യുന്നു വിശ്വസിക്കുന്നു. മോൾ തന്നിരിക്കുന്ന മാസ് 16, ഹീലിയത്തിന്റെ അറ്റോമിക മാസ് 4 അല്ലേ? അത് പഠിച്ചോണേ. കാരണം ഇത് പഠിക്കണമെങ്കിൽ എന്തറിയണം? അറ്റോമിക മാസ് അറിയണം. ഓക്കെ, തന്നിരിക്കുന്ന മാസ് ബൈ അറ്റോമിക മാസ്. 16 ബൈ 4 നമ്മുടെ ആൻസർ 4 മോൾ. അപ്പോൾ ഒന്നാമത്തെ കേസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കേസും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ആറ്റത്തിൽ ഒരു കാര്യം കൂടെ പറയാം. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, 64 ഗ്രാം ഓക്കെ അല്ലേ ഓക്സിജൻ ആറ്റത്തിലെ ആറ്റങ്ങളുടെ എണ്ണം. എന്താ ക്വസ്റ്റ്യൻ? 64 ഗ്രാം ഓക്സിജൻ ആറ്റത്തിലെ ആറ്റങ്ങളുടെ എണ്ണം ചോദിക്കാം. ഞാൻ പറഞ്ഞ 1 മോൾ എന്ന് വെച്ചാൽ അതിനകത്ത് 6.022 ഇൻറ്റു 10⁻23 ആറ്റങ്ങൾ ഉണ്ടേ. ഇത് എത്ര മോളെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? പഠിച്ചോ. മോൾ സീക്വൽ ടു തന്നിരിക്കുന്ന മാസ് 64 ബൈ ഓക്സിജന്റെ 16 സീക്വൽ ടു 4 മോൾ എന്ന് കിട്ടും. 1 മോളിൻ്റെ അകത്ത് 6.022 ഇൻറ്റു 10⁻23 ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ 4 മോളിൻ്റെ അകത്ത് 4 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 നമ്മുടെ ആൻസർ 24.088 ഇൻറ്റു 10⁻23 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞു 1 മോളിൻ്റെ അകത്ത് അത്ര ആറ്റം ഉണ്ട്. 4 മോളിൻ്റെ അകത്ത് 4 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ പഠിച്ചോ. 28 ഗ്രാം നൈട്രജൻ ആറ്റത്തിലെ
ആറ്റങ്ങളുടെ എണ്ണം. ഓക്കെ അല്ലേ? ആദ്യം നമുക്ക് മോൾ 28 ഗ്രാം നൈട്രജൻ ആറ്റത്തിൽ എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം അല്ലേ? പഠിച്ചോ? മോൾ സീക്വൽ ടു തന്നിരിക്കുന്ന മാസ് 28 ബൈ അറ്റോമിക മാസ് 14, 2 മോളെന്ന് കിട്ടും. പറ, ഒരു മോളിൻ്റെ അകത്ത് എത്ര ആറ്റം ഉണ്ട്? 6.022 ഇൻറ്റു 10⁻23. അപ്പോൾ ഇത് എത്ര മോളാ? ആറ്റങ്ങളുടെ എണ്ണം. ആറ്റങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എന്ന് വരും. അപ്പോൾ നമുക്ക് എഴുതാം 12.044 ഇൻറ്റു 10⁻23. ക്ലിയർ? മനസ്സിലായല്ലോ? ഒരു ക്വസ്റ്റ്യനും കൂടെ തരട്ടെ. ഞാൻ ഇത് കൂടുതൽ ചെയ്യിപ്പിക്കാൻ കാരണം ഇത് പഠിച്ച് അടിപൊളിയായിട്ട് പോകും. കാരണം ഇനി ഇതിൽ നിന്ന് എന്ത് ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യണം. ഓക്കെ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എൻ്റെ ക്വസ്റ്റ്യൻ 69 ഗ്രാം സോഡിയം ആറ്റത്തിലെ 69 ഗ്രാം സോഡിയം ആറ്റത്തിലെ, സോഡിയമാണ്, സോഡിയം 69 ഗ്രാം സോഡിയം ആറ്റത്തിലെ ആറ്റങ്ങളുടെ എണ്ണം. ആറ്റങ്ങളുടെ എണ്ണം. ഓക്കെ, പറ. ആദ്യം മോൾ കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന മാസ് 69 ബൈ സോഡിയത്തിലെ അറ്റോമിക് മാസ് 23. 69 ബൈ 23 നമ്മുടെ ആൻസർ 3 കിട്ടും അല്ലേ? 3 കിട്ടും. 3 മോൾ. 1 മോളാണെങ്കിൽ ആറ്റങ്ങളുടെ എണ്ണമല്ലേ ചോദിച്ചേക്കുന്നത്? 1 മോളിൻ്റെ അകത്ത് 6.022 ഇൻറ്റു 10⁻23. ഇത് എത്ര മോളാണെന്ന് നോക്കിയാൽ മതി. 3 മോള്. 3 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എന്ന് വെച്ചാൽ 18.066 ഇൻറ്റു 10⁻23 എന്ന് കിട്ടും. ക്ലിയർ എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായി? അപ്പോൾ ഇത്രയും ആറ്റം തന്നാൽ മോളുകളുടെ എണ്ണം പഠിച്ചു. ഇനി 1 ഗ്രാം തന്നിട്ട് അതിനകത്ത് എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് അതും ഞാൻ പറഞ്ഞു. ഈ 2 കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ് നമ്മൾ തന്മാത്രയിലേക്ക് കടക്കും. ഈ ക്ലാസ് കണ്ടിട്ട് മാത്രം നെക്സ്റ്റ് ക്ലാസ് കാണാൻ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സെറ്റായിട്ട് പഠിക്കുക. ഓക്കെ, അടിപൊളിയായിട്ട് പഠിക്കുക. താങ്ക് യു വെരി മച്ച്.